ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു നെജൂസ് വെൽനെസ് വേൾഡ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബോംബെക്കാരുടെ സ്വന്തം ജീനിദോശൻ്റെ റെസിപ്പിയെ കാണിക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, കുറച്ച് എണ്ണയും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സാധാ നമ്മൾ ദോശക്കൊക്കെ എടുക്കണ മാവെണ്ണയാണ് എടുത്തിട്ടല്ലേ. ഇനി ഇത് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇനി ഒരു ചട്ടകം വെച്ചിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം. ദോശക്കല്ലില്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിച്ചാലും മതി. പിന്നെ ദോശമാവ് അത്ര പുളി ഇല്ലാത്തതാവാൻ ശ്രദ്ധിക്കണം. ഈ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് സവാളയും ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂട്ടി മിക്സിയിൽ അടിച്ചതാണ്. ഇനി ഇതൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇനി മയണൈസാണ് ചേർത്ത് കൊടുക്കണ്ടേ. ഇത് വീട്ടിലുണ്ടാക്കിയ മയണൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കണേ. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ചേർക്കണേ. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരുത്താം. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ വേവിക്കണം. അപ്പോൾ ഈ ബീറ്റ്റൂട്ടൊക്കെ വെന്തിട്ട് അതിൻ്റെ കളറൊക്കെ എല്ലായിടത്തേക്കും ആവണത് കാണാൻ പറ്റും. ദോശൻ്റെ കളറ് മാറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു മിനിറ്റൊക്കെ മതിയാവും. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഈ ദോശേനെ നീളത്തിലുള്ള പീസാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ആദ്യം കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇത് വെവ്വേറെ പീസസ് ആയിട്ട് വരണം. ഇനി ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തീ ഓഫാക്കാത്തതുകൊണ്ട് നല്ല ചൂട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂണും അതുപോലെ ചട്ടകവും ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ പീസസും ഇതേപോലെ മടക്കി കൊണ്ടുവരിക. ഇനി വലിയ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ നീളത്തിലുള്ള പീസസ് കിട്ടും. ഇനി ഇത് എടുത്ത് മാറ്റാം. ഇത് സെർവ് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ നിർത്തിയിട്ടാണ് സെർവ് ചെയ്യാറുള്ളത്. ഇതാണ് ജീനിദോശൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ച് റെസിപ്പീസ് ഇടുന്നതായിരിക്കും. ഞാൻ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ മെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.